സോ ഹേ ഗൂസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ട്രെയിലർ റിയാക്ഷൻ കേസ്. നമ്മുടെ രാജുവേട്ടൻ അഭിനയിക്കുന്ന വിലായത്തെ ബുദ്ധ എന്ന് പറഞ്ഞ പടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ പടം ഡയറക്ട് ചെയ്തത് ജയൻ നമ്പ്യാർ എന്ന് പറയുന്ന ആളാണ്. കാസ്റ്റ് വരുന്നത് നമ്മുടെ രാജുവേട്ടനുണ്ട്, ഷെമ്മി തിലകനുണ്ട്, അനുമോഹനുണ്ട്, ധ്രുവൻ, കിരൺ പീതാംബരൻ, അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന പടമാണ് ഗൈസ് ഇത്. പിന്നെ അതുപോലെ രാജുവേട്ടൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ പറഞ്ഞത്, ഇതിൻ്റെ ഒരു പ്രൊമോഷനിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷനിൽ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. ഒരാൾ ചോദിച്ചു, ഇതൊരു പുഷ്പയായിട്ട് എന്തെങ്കിലും റെഫറൻസ് ഉണ്ട്, പുഷ്പയായിട്ട് എന്തെങ്കിലും ഇൻസ്പയർഡ് ആണോ, അങ്ങനെ ഇങ്ങനെ ചോദിച്ചത് കേട്ടായിരുന്നു, ചോദിക്കുന്നത് കേട്ടായിരുന്നു. പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പുഷ്പ 1ഉം 2 ഒക്കെ വരുന്നതിന് ഒരുപാട് ലോട്ട്സ് ഓഫ് മുമ്പേ തന്നെ ഈ ഒരു സ്റ്റോറി വന്നതാണ്. പിന്നെ ഇതിനകത്ത് ചില പുഷ്പയുടെ ഒരു ക്ലിബൈറ്റ് ഇവർ യൂസ് ചെയ്യുന്നല്ലോ, പുഷ്പ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ക്ലിബൈറ്റും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ അത് പടത്തിലില്ല, അത് മൂവിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ പിന്നീട് ഷൂട്ട് ചെയ്താന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ, അപ്പോൾ ഇത് പുഷ്പയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്യമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ തികച്ചും സങ്കല്പിക്കാൻ മാത്രം. കാരണം ഇതൊക്കെ പുഷ്പയ്ക്ക് മുന്നേ ഷൂട്ട് ചെയ്തത് അല്ലെങ്കിൽ പുഷ്പയ്ക്ക് മുന്നേ സ്റ്റോറി വന്നതാണെന്ന് അവർ പറയുന്നത്. എനിവേ, ഐ ഡോണ്ട് നോ. സോ നമുക്ക് പടം കണ്ടാൽ മതി, അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് വാച്ച് ദ ഒഫീഷ്യൽ ട്രെയിലർ ഓഫ് വിലായത്തെ ബുദ്ധ ഗൈസ്. രാത്രി, കുറേ കാട്, കുറേ മരങ്ങൾ. ഉർവശി തിയേറ്റേഴ്സ് പ്രസൻസ്. കൊടൈക്കനാലിൽ പോയി തിരിച്ചു വരുമ്പോൾ എന്റെ വീടിന്റെ പുറകിൽ നിന്ന് ഏകദേശം 14 ഇഞ്ചോളം ചുറ്റുവണ്ണമുള്ള ചന്ദനമരം മോഷണം പോയതായി കാണപ്പെട്ടു. ചന്ദനമരം മോഷണം, പുഷ്പ. സ്വാഭാവികമായിട്ടും നമ്മൾ ആരായാലും പുഷ്പയായിട്ട് കമ്പയർ ചെയ്യും ഗൈസ്. 4 സ്റ്റാർ ലിസ്റ്റിംഗ് കിട്ടായതുകൊണ്ട് നാളെ ഏണിയാവട്ടല്ലോ എന്ന് വെച്ചു ഇവിടെ വന്ന് ചുമ്മാ ഒരു പരാതിയും കൊടുക്കും. അവൻ നോക്കി വെച്ചാൽ അവൻ കൊടുക്കും. അവന്റെ തൊഴിലായി അങ്ങനെ മാധവൻ ഒരു സാധനം നോട്ടം ഇട്ടല്ല, അവൻ അത് കൊണ്ടുപോയിരിക്കും. ഓ ഷോട്ട്, പൃഥ്വിരാജ് കുമാരൻ. മോനെ നാട്ടുകാർ പല പേര് വിളിക്കും. ഡബിൾ മോഹൻ, സാൻഡൽ മോഹൻ, ചിന്ന വീരപ്പൻ. എനിക്ക് കൊള്ളക്കാരൻ മോഹനോടൊക്കെ നീ തോറ്റാ ഞാൻ വേറൊരു ചോലയ്ക്ക് വെച്ച മകന്റെ മോള. പക്ഷെ എനിക്ക് മോഹനന്റെ ഭാര്യയായിട്ട് മറയൂട്ടാണ് കൂടെ നെഞ്ചം വിരിച്ച് നടക്കണം. സാറേ, ഡബിളിന്റെ പരിപാടിയാണെന്ന് സാറിന് അറിയാം, ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. ഗർഭിണികളെ കയറ്റി കോഴിച്ചോറ് വെച്ച് ആക്സിഡന്റ് ആണെന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ പൊട്ടിച്ച് കുറെ കടത്തിയതല്ലേ. ചന്ദനം. യശോധാവല്യം എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ. ശുഭ്രനിറത്തിൽ വിലസി നിൽക്കുന്ന എന്നർത്ഥം. അതിന്റെ തണലിൽ നിന്നാ മതി കറ പുരണ്ടവരും തിളച്ചു. അവനിങ്ങും വരട്ടെ. ഇനി ഇടപാട് നമ്മൾ തമ്മിലാ. വേടത്തിന്റെ ഉടമ ഇതിലെ കക്ഷിയല്ല. ഞാൻ വില പറഞ്ഞുറപ്പിച്ച ഇടപാടുകളിലൂടെ നീ തല കൊണ്ടിട്ട തല ഞാൻ ഒന്നുകൂടെ വിളയണം. ഒരു കാര്യം പറയട്ടെ, ഈ ഷെമ്മിത്തിലൊക്കെ ഒരു കിടുവ അല്ലേ പുള്ളിയുടെ. ആ ഒരു വേ ഓഫ് പ്രസൻറ്റേഷൻ, ആ ഒരു മോഡുലേഷൻ, സ്ലാങ് എല്ലാം അച്ഛൻ്റെ അതേ ഒരു മാനറിസം കിട്ടിയ ഒരു കിടുക്കന്മാർ. ഒരുപാട് ഏമാന്മാര് കയറി ഇറങ്ങി പോയ മലയും മോഹനും അന്നും ഇന്നും കിടത്തുന്നുണ്ട്. പണിവരെ കിടക്കുന്നത് മോഹന. ചന്ദനത്തിലെ ഏറ്റവും ലക്ഷണമൊത്ത വിലായത്ത് എനിക്കായിട്ട് പോയി പറഞ്ഞേക്ക. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഷെമ്മിത്തിലകനാണോ വില്ലൻ? അപ്പോൾ വിലായത് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇനമാണോ? ആ ഒരു മരത്തിൻ്റെ ഇനത്തിന് പറയുന്ന പേരാണ് വിലായത്. എനിവേ, ഷെമ്മിത്തിലകനാണെന്ന് തോന്നുന്നു ഇതിനകത്ത് വില്ലൻ തോന്നുന്നു. പിന്നെ അതുപോലെ ഞാൻ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. ഈ ഷെമ്മിത്തിലകൻ്റെ ആക്ച്വലി 2 ഒരു ടൈപ്പ് ഓഫ് ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. 2 ഒരു കാലഘട്ടം പോലെ എന്തോ കാണിക്കുന്നത്. കാലഘട്ടം മീൻസ് പുള്ളിക്ക് കുറച്ച് ആവതായിട്ടുള്ള ഒരു കാലഘട്ടവും പിന്നീട് ഈ എന്താ പറയുക കുറച്ചധികം ക്ഷീണവും അങ്ങനെയൊക്കെ ആ ഒരു തോന്നുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരിതും. എനിക്കത് പൃഥ്വിരാജ് ചെറുപ്പവും കുറച്ചധികം വളർന്നിട്ടുള്ള ആ ഒരു 2 ഇതാന്ന് തോന്നുന്നു. കാരണം ഇതിനകത്ത് ഈ ഒരു
പ്രേമിനകത്താണെങ്കിൽ ഈ ഷമിതലൻ അത്യാവശ്യം കുറച്ച് നല്ല വെൽ ഡ്രസ്ഡ് ആൻഡ് ഗെറ്റപ്പിൽ നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇത് പൊളിറ്റീഷ്യൻ സംതിങ് തോന്നുന്നു. ദെൻ കുറച്ച് ലാസ്റ്റിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഓൾഡായിട്ടുള്ള ആ ഒരു ഇതാണ് കാണിക്കുന്നത്. സോ ഐ തിങ്ക് പൃഥ്വിരാജിൻ്റെ ചിലപ്പം ചെറുപ്പവും കുറച്ചധികം മെച്ചുവേർഡ് ഏജ്ഡ് ആയിട്ടുള്ള കുറച്ചധികം വളർന്നതിന് ശേഷമുള്ള ഒരു ഇതാന്ന് കാണിക്കുന്നതെന്ന് തോന്നുന്നു. അത് ഇതിനകത്ത് വേറൊരു ഷോട്ടിനകത്ത് ആക്ച്വലി ഇത് കാണിക്കുന്നുണ്ടല്ലോ, ഒരു ചന്ദനം ആണോടി അല്ലെങ്കിൽ ചന്ദനം ആടി അങ്ങനെ എന്തോ പറയുന്ന ഒരു ഷോട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചന്ദനം ഇവിടെ ഉണ്ടെന്നോ അല്ലെങ്കിൽ ചന്ദനം കടത്ത് ഇനി മുന്നോട്ട് നടത്താം അങ്ങനെ എന്തെങ്കിലുമൊക്കെ റിയലൈസ് ചെയ്യുന്നിടം തൊട്ട് പുള്ളി ചിലപ്പം ചന്ദനക്കടത്തായിരിക്കും ചിലപ്പോൾ മേ ബി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എനിവേ എന്തായാലും ചന്ദനം സ്മഗ്ലിംഗ് ആണ് പടത്തിൻ്റെ മെയിൻ പ്ലോട്ട്. സോ അത് തടയാൻ വേണ്ടി നോക്കുന്ന ആരെങ്കിലും അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്തിട്ട് വീണ്ടും സ്മഗ്ലിംഗ് നടത്തുന്ന ഒരു വാളയാർ പരമശിവൻ പോലെ ഉള്ള ഒരാളായിരിക്കും പൃഥ്വിരാജ്. എനിവേ ഇറ്റ്സ് എ നൈസ് ട്രെയിലർ. നവംബർ 21 പടം ഇറങ്ങുന്നത്. സോ എനിവേ വി ആർ വെയിറ്റിംഗ് ടു വാച്ച് പൃഥ്വിരാജ് സുകുമാരൻ ആസ് എ ചന്ദനക്കടത്തുകാരൻ. സോ എസ് കേസ് അപ്പോൾ നവംബർ 21 പടം ഇറങ്ങുന്നത്. അതാണ് വിലാത് ബുദ്ധ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ട്രെയിലർ. സോ എസ് കേസ് അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.